ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفس وما سواها فألهمها فجورها وتقواها قد أفلح من تزكاها وقد خاب من دساها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود. തജ്വീദ് നമ്മൾ പറഞ്ഞതാണ്. വനഫ്സിൻ അവിടെ എന്ത് ചെയ്യണം? ആ കസ്ർ തൻവീനെ എന്താ ചെയ്യണ്ടേ? ഹുക്ം പറഞ്ഞോളി. വനഫ്സിൻ എന്നുള്ളിടത്ത് പിന്നെ ഇദ്ഗാം ചെയ്യണം, ഉന്നത്തും വേണം. അപ്പം എങ്ങനെ ഓതണം? വനഫ്സിൻ വനഫ്സിൻ വമാ സവ്വാഹ. അവിടെ നഫ്സിംബ എന്ന് പറയണം എന്നാ. പിന്നെ ഫ കഴിഞ്ഞിട്ട് അ ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണ്? ഫ അൽഹമഹ. ഫ കഴിഞ്ഞിട്ട് നമ്മൾ ഹമ്പുമ്മ പോകും പോലെ ബ്രേക്ക് പിടിക്കേണ്ടി വെച്ചാൽ ഇല്ല, എന്നാൽ സ്പീഡ് കുറച്ച് പോകണം. ഫ അൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ. അവിടെ തഖ് വ്യക്താക്കണം എന്നാ, ആ ഖാഫ് വ്യക്താക്കി ഓതണം. പിന്നെ ഖദ് അതും അതേപോലെ തന്നെ. ഖദ് അഫ്ലഹ. ഖദ് അഫ്ലഹ എന്നൊന്നും ഓതാൻ പാടില്ല. ഖദ് അഫ്ലഹ, ഖദ് അഫ്ലഹ. പിന്നെ മൻ എന്ത് ചെയ്യണം? മൻ സക്കാഹ. ഇഖ്ഫാ ചെയ്യണം എന്നാ, ഇഖ്ഫാ ചെയ്യണം. അപ്പം മൻ സക്കാഹ. പിന്നെ വഖദ് അദാലിനെ വ്യക്തമാക്കണം. ഖാബ മൻ ദസ്സാഹ. ആ നാലായത്ത് ഒന്നുകൂടി ഓതി വയ്ക്കുകയാണെങ്കിൽ വനഫ്സിൻ فألهمها فجورها قد أفلح من زكاها وقد خاب من دساها. മതി. തജ്വീദ്
എന്തെങ്കിലും സംശയം ഉണ്ടോ അതിൽ? എന്നാ പോവാ. വനഫ്സിൻ അർത്ഥം പറഞ്ഞോളി. വനഫ്സിൻ നഫ്സിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരർത്ഥം ആത്മാവ്. വനഫ്സിൻ ആത്മാവ് എന്ന് പറയാം. വനഫ്സിൻ വമാ സവ്വാഹ ആ ആത്മാവിനെ രൂപം നൽകിയ അല്ലെങ്കിൽ ക്രമപ്പെടുത്തിയ അല്ലെങ്കിൽ സംവിധാനിച്ച ആ രീതിയും തന്നെയാണ് സത്യം. അപ്പം ആത്മാവും അല്ലെങ്കിൽ മനുഷ്യൻ്റെ അസ്തിത്വം എന്ന് പറയും. അതുതന്നെയാണ് ആത്മാവ് പറയുന്നത്. മനുഷ്യാസ്തിത്വം അതും അതിനെ രൂപപ്പെടുത്തിയ രീതിയും അല്ലെങ്കിൽ ക്രമപ്പെടുത്തിയ രീതിയും തന്നെയാണ് സത്യം. ഫ എന്നിട്ട് അൽഹമ ബോധം നൽകി. ഹ ആ അസ്തിത്വത്തിന് അല്ലെങ്കിൽ ആത്മാവിന് ബോധം നൽകി. എന്താ നൽകിയത്? ഫുജൂറഹ ഫുജൂറ് അതിൻ്റെ ദുഷ്ടബോധം. ഹ ആ നഫ്സിൻ്റെ ദുഷ്ടബോധം അതിന് നൽകിയ. വതഖ്വാഹ അതിൻ്റെ സൂക്ഷ്മതാബോധവും നൽകിയ. മറ്റൊരർത്ഥം ധർമ്മവും ധർമ്മബോധവും അധർമ്മബോധവും നൽകിയ. അത് തന്നെയാണ് സത്യം. ആ നഫ്സിന് ധർമ്മബോധവും അധർമ്മബോധവും നൽകിയ ബോധനം നൽകിയെന്നാണ് അൽഹമ എന്ന് പറഞ്ഞാൽ. പിന്നെ കത് തീർച്ചയായും, അഫ്ലഹ വിജയിച്ചിരിക്കുന്നു, മൻ ഒരു കൂട്ടർ, ഒരുത്തൻ അല്ലെങ്കിൽ ഒരു കൂട്ടർ, സക്ക പരിശുദ്ധിപ്പെടുത്തി, ഹ അതിനെ ഏതിനെ? നഫ്സിനെ. അപ്പം നഫ്സിനെ പരിശുദ്ധിപ്പെടുത്തിയവരാരോ അവർ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. വഖദ് തീർച്ചയായും, ഖാബ പരാജയപ്പെട്ടിരിക്കുന്നു, നഷ്ടപ്പെട്ടിരിക്കുന്നു, മൻ ഒരു വിഭാഗം ആളുകൾ, ദസ്സ മലിനപ്പെടുത്തി, കളങ്കപ്പെടുത്തി, ഹ ആ നഫ്സിനെ. അപ്പം നഫ്സിനെ കളങ്കപ്പെടുത്തിയവരാരോ അല്ലെങ്കിൽ മലിനപ്പെടുത്തിയവരാരോ അവർ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിലിപ്പോൾ കിട്ടാത്ത പദം എന്താ ഉള്ളത്? വനഫ്സിം വമാ സവ്വാഹ. ഒന്നുകൂടി അർത്ഥം പറഞ്ഞു നോക്കിയാണ്. മനുഷ്യാസ്തിത്വവും അതിനെ ക്രമീകരിച്ച രൂപവും തന്നെയാണ് സത്യം ഒരർത്ഥം. അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആത്മാവും അതിനെ ക്രമപ്പെടുത്തിയ രൂപവും തന്നെയാണ് സത്യം. എന്നിട്ട് പറയുന്നത് എന്താ? ഫ എന്നിട്ട് അൽഹമഹ ആ ആത്മാവിന് ബോധം നൽകി, ഫുജൂറഹ അതിൻ്റെ അധർമ്മബോധം അല്ലെങ്കിൽ ദുഷ്ടബോധം, വതഖ്വാഹ അതിൻ്റെ ധർമ്മബോധം. പിന്നെ അങ്ങനെയുള്ള നഫ്സ് തന്നെയാണ് സത്യം. കത് തീർച്ചയായും. ഈ സത്യങ്ങളൊക്കെ അള്ളാഹു പറഞ്ഞിട്ട് ഏകദേശം 11 സത്യങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞാണ്. നമ്മൾ 2-3 ക്ലാസ്സിലായിട്ട് വിശദീകരിച്ച 11 സത്യങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷം അള്ളാഹു അതിൻ്റെ ജവാബ് പറയാണ് ഖദ് അഫ്ലഹ തീർച്ചയായും വിജയിച്ചു, മൻ സക്കാഹ ആ ആത്മാവിനെ പരിശുദ്ധിപ്പെടുത്തിയവൻ, വഖദ് ഖാബ മൻ ദസ്സാഹ അതിനെ കളങ്കപ്പെടുത്തിയവൻ പരാജയപ്പെടുകയും ചെയ്തു. എന്താ ഇപ്പം ഇന്ന് മനസ്സിലാക്കാനുള്ളത്? നിങ്ങൾ പറഞ്ഞോളി, എന്തൊക്കെയാ ഇപ്പം നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്? അതിൽ ആദ്യത്തെ വാക്കെന്താ? നഫ്സ് അല്ലേ? എന്തിനാ വാവ് കൊണ്ടുവന്നത്? സത്യത്തിന്. ഖസമിൻ്റെ വാവാണത് അല്ലേ? വ സാക്ഷി അല്ലെങ്കിൽ സത്യം എന്നൊക്കെ പറയാനുള്ള വാവാണ് ഖസമിൻ്റെ വാവ് എന്ന് പറയും. പിന്നെ പറയാം നഫ്സിൻ. ഖസമിൻ്റെ വാവ് എന്നാൽ എന്ത് ചെയ്യും? നഫ്സിൻ എന്ന് ജർറ് ചെയ്യും. ആ അർത്ഥത്തിലാണ് അവിടെ നഫ്സ് എന്നില്ല നഫ്സിൻ ആയത്. അപ്പോൾ വ നഫ്സിൻ നഫ്സ് തന്നെ സത്യം. എന്താ ഇപ്പം ഈ ആത്മാവും? പിന്നെന്താ നമ്മൾ പറയൽ? മനസ്സും. പിന്നെന്താ ഉള്ളത്? ആത്മാവും മനസ്സും ഹൃദയമൊക്കെ ഇല്ലേ? എന്താ ഇപ്പം ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം? ആത്മാവ് പറയുന്നത് എന്താ ശരിക്ക്? ആത്മാവ് പറഞ്ഞാൽ എന്താ?
ആത്മാവിനെ യസ്അലൂനക അനിർ റൂഹ്, ആത്മാവിനെ പറ്റി അവർ നിന്നോട് ചോദിക്കും. കുൽ, നബിയെ പറയുക, യസ്അലൂനക അനിർ റൂഹ് കുലിർ റൂഹു മിൻ അംരി റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ്, അത് മറ്റൊരാൾക്കും അറിയില്ല ആത്മാവ് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. എന്നാൽ അപ്പം എങ്ങനെ ഇപ്പം നമ്മൾ മനസ്സിലാക്കുക ആത്മാവ് ഉണ്ടോ ഇല്ല എന്നുള്ളത്? എങ്ങനെ മനസ്സിലാക്കുക? നിങ്ങളൊക്കെ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യണ്ടല്ലോ, ഉണ്ടോ? ഉറപ്പല്ലേ? കമ്പ്യൂട്ടറിന് എന്തൊക്കെ ഭാഗങ്ങളുണ്ട്? എന്തൊക്കെയുള്ളത്? മെമ്മറി, പിന്നെ ഹാർഡ്, പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ടത് ഒന്ന് പറഞ്ഞോളി. പിന്നെ അതിലെന്തുണ്ട്? സോഫ്റ്റ്വെയറും ഉണ്ട്, ഹാർഡ്വെയറും ഉണ്ട് അല്ലേ? അതിൻ്റെ പ്രധാനപ്പെട്ട 2 ഭാഗം. ഈ സാധനം രണ്ടും ഉണ്ടായാൽ വർക്ക് ചെയ്യോ ഇല്ലേ? അതാണ് സത്യം. കറണ്ട് വേണം, അതൊരു പോയിൻ്റാണ്. നിങ്ങളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമല്ല, കറണ്ട് വേണം അല്ലേ? ആ പ്രവാഹം, കറണ്ടിൻ്റെ പ്രവാഹം വേണം. കറണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് എത്ര വലിയ എഞ്ചിനീയർ എത്ര വലിയ ഹാർഡ് വർക്ക് ഉണ്ടാക്കി, അല്ല എന്താ അതിന് പറയുക, ഹാർഡ്വെയർ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, പിന്നെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. സോഫ്റ്റ്വെയർ വേറെ ആളാണ്, ഹാർഡ്വെയർ ഉണ്ടാക്കിയ വേറെ ആളാണ് അല്ലേ? ഒക്കെ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, എന്ത് വേണം? കറണ്ട് വേണം. ഇനി നിങ്ങൾ നമ്മളെ അടുത്തേക്ക് വരാം, നമുക്ക് എന്തുണ്ട്? നല്ല ബോഡി ഉണ്ട് അല്ലേ? നല്ല മനസ്സുണ്ട്. പക്ഷേ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അള്ള കണക്ഷൻ കൊടുക്കണം. അതാണ് റൂഹ്. മനസ്സിലായോ? ഈ കണക്ഷനാട് പോകുമ്പോൾ നമ്മൾ മയ്യത്തായി. അതന്നെയാണ് റൂഹ് എന്ന് പറയുന്നത്. ജീവൻ നമ്മൾ പറയാന്നുള്ളൂ. ജീവൻ എന്ന് പറയുന്നത് എന്താ സംഗതി? ജീവൻ പോയി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഈ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപ്പെടുത്തുന്നതിനാണ് എന്തു പറയുന്നത്? ജീവൻ പോയി നമ്മൾ പറയുന്നത്. ആത്മാവ് പോവുകയാണ്. എന്നാൽ ഈ ഹാർഡ്വെയറും പിന്നെന്താണ് സോഫ്റ്റ്വെയറൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കണക്ഷൻ ഉണ്ടായാലേ എന്തുണ്ടാവുള്ളൂ? അത് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യണം. എന്തുകൊണ്ട്? നമുക്ക് മനസ്സുണ്ട്, അതാണ് സോഫ്റ്റ്വെയർ. നമുക്ക് ശരീരമുണ്ട്, അതാണ് ഹാർഡ്വെയർ അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറയൽ? തെറ്റിനെ നിങ്ങൾ പറഞ്ഞു കേട്ടോ. അതൊന്നും അത്ര അറിവില്ല എനിക്ക്. പിന്നെ ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അതുകൊണ്ട് ആ ഉദാഹരണം ഫിറ്റായത് അതുകൊണ്ടാണ്. പിന്നെ അത് കണക്റ്റ് ആവണമെങ്കിൽ എന്ത് വേണം? ദൂടിയും വേണം. അതാണ് ആത്മാവ് അല്ലേ? അപ്പം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം മരണം എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? ഈ ഇതാട് പോവുക, ഈ കണക്റ്റ് കൊടുക്കണാട് പോവുക. ബാക്കി ഇവിടെ ഉണ്ട്, മനസ്സുണ്ട്, ബോഡിയുണ്ട്. അതല്ലേ, ആത്മാവ് മരിക്കുന്നില്ല. ആത്മാവ് മരിക്കണില്ല. മുസ്ലിം വിശ്വാസത്തിലും ഹിന്ദു വിശ്വാസങ്ങളിലും ഒന്നും ആത്മാവ് മരിക്കണില്ല. ശാസ്ത്രീയമായിട്ട് ആത്മാവ് ഒന്നില്ല. ഓല് മരണം എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള മരണം എന്താ? ശാസ്ത്രീയ മരണം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നത് അതിൻ്റെ മുമ്പ് മസ്തിഷ്കം മരണമാണ്. മസ്തിഷ്കം പ്രവർത്തനരഹിതമാവുക. നമ്മൾ ആ കറണ്ട് കുത്തുന്നില്ലേ, ഞാൻ കറണ്ട് കുത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ അറിയാനാട്ടോ. അതിങ്ങോട്ട് കുത്തി ആട് വലിച്ചാൽ ആദ്യം കേടുവരിക മസ്തിഷ്കമാണ്. മനസ്സിലായോ? ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറോ ആദ്യം കേടുവരിക? എന്നാൽ അങ്ങനെയല്ല. ആദ്യം കേടുവരിക മസ്തിഷ്കമാണ്. മസ്തിഷ്കം, ഹാർഡ്വെയർ കേടുവരും. അതിൻ്റെ ഉള്ളിൽ അള്ളാഹു സംവിധാനിച്ച് വെച്ച ആ സംഗതിയൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷേ അത് പ്രവർത്തനരഹിതമാവും. അത് കഴിഞ്ഞാൽ മെല്ലെ ഹൃദയമിടിപ്പ് നിൽക്കും. ശാസ്ത്രീയമായിട്ടാണ് പറയുന്നത് കേട്ടോ. ഓരോന്നിനും സ്റ്റെപ്പുണ്ട്. അതുകൊണ്ടാണ് മരിച്ച ഒരാൾ അയാളുടെ മസ്തിഷ്കം നിലനിൽക്കുമ്പോൾ പിന്നെ അയാൾക്ക് ഓർമ്മയൊന്നുമില്ല, എല്ലാം നിലച്ചു പോവും. സാവധാനം അയാളുടെ ഹൃദയമിടിപ്പും എന്താണ്? മരിച്ചോ ഒന്നിങ്ങനെ പൾസ് നോക്കണുണ്ടല്ലോ നിങ്ങൾ. എന്താ ഈ പൾസ് നോക്കണതിൻ്റെ അടയാളം? തലയൊക്കെ പോയിട്ടുണ്ടാവും, മസ്തിഷ്കം പോയിട്ടുണ്ടാവും, ഹൃദയമിടിപ്പിൻ്റെ ചെറിയ പൾസ് ഉണ്ടാവും. ഔടിയും കമ്പ്യൂട്ടറിൽ കണ്ടിട്ട് വേണം മരണം സ്ഥിരീകരിക്കാൻ ഡോക്ടർക്ക്. അല്ലെങ്കിൽ മരിച്ചു എന്ന് പറയില്ല. യഥാർത്ഥത്തിൽ ഇയാൾ മരിച്ചിക്കണ്. മസ്തിഷ്കം എന്നിട്ട് നമ്മൾ വെന്റിലേറ്ററിൽ അവിടെയും ഇവിടെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും. യഥാർത്ഥത്തിൽ ആ മസ്തിഷ്കം നിലച്ചതോടുകൂടി മരണം സംഭവിക്കുകയാണ്. പിന്നെ ഹൃദയമിടിപ്പ് സാവധാനം ഇങ്ങനെ നിൽക്കും. ഈ ഭയാനകതയെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് അള്ളാഹു തആല കുലിർ റൂഹു മിൻ അംരി,
എവിടുന്നാ അത് വരുന്നത്? ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് ഈ ആത്മാവിനെ പിടിച്ച് അവിടെ അത് വെക്കാൻ കഴിയുന്നുണ്ടോ? സോഫ്റ്റ്വെയറിന് ഇവിടെ ഒരുപാട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉണ്ട് അല്ലേ? ഹാർഡ്വെയറിനും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ ശരീരം ഇവിടെ അത് പൊളിഞ്ഞാലും അത് തുന്നിക്കൂട്ടാൻ ഇഷ്ടം പോലെ ഡോക്ടർമാരുണ്ട്. എൻ്റെ കാലങ്ങോട്ട് മുറിഞ്ഞാലും വേറെ കാല് വെച്ചാൽ ഇവിടെ ഡോക്ടർമാരുണ്ട്. പക്ഷേ ആത്മാവ് ശരീരത്തിൽ നിന്നാണ് പോയാൽ അതിനെ തുന്നി വെക്കാൻ ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടുണ്ടോ? ആലോചിച്ച് നിങ്ങൾ. വനഫ്സിൻ വമാ സവ്വാഹ. ചിന്തിച്ചാലിങ്ങനെ കിടുകിടാ വിറക്കും തലച്ചോറ് അല്ലേ? മനസ്സിങ്ങനെ വിറക്കും. ആ രൂപത്തിൽ അല്ലേ? എത്ര പണം ഉണ്ടായിട്ടും അല്ലേ? 60 വയസ്സ് വരെ പഠനം നടത്തിയ ഡോക്ടറാണെങ്കിൽ പോലും അയാൾക്ക് പോലും ആ മരണത്തെ അഥവാ ഈ ആത്മാവ് വേർപിരിയുമ്പോൾ ഇത് ചെയ്ത ആ സമയത്ത് അള്ളാഹു കണക്കാക്കിയ സമയത്ത് നിന്ന് ആത്മാവിനെ അവിടെ കൊണ്ടുപോകുമ്പോൾ തിരിച്ചെടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരാൾക്കും സാധിക്കൂല അല്ലേ? വനഫ്സിൻ വമാസ. എന്നിട്ട് അള്ളാഹ് പറയുന്നത് വമാ സവ്വാഹ. അതാണ് ആ സവ്വാഹന്. അതിനാ ക്രമീകരിച്ച രൂപം, അതിനാ സംവിധാനിച്ച രൂപം, അതിനെപ്പറ്റി ചിന്തിക്കാനാ പടച്ചവൻ പറയുന്നത്. അപ്പം അതിൻ്റെ അനന്തരമായിട്ട് എന്ത് വരും? മരണത്തെപ്പറ്റിയുള്ള ചിന്ത വരും അല്ലേ? മരണത്തെപ്പറ്റി ചിന്ത വരും. അപ്പോൾ ആ വനഫ്സിൻ വമാ സവ്വാഹ എന്ന് പറഞ്ഞതിൽ എന്ത് ഒരുപാട് കാര്യം. ഇപ്പം നമ്മുടെ മനസ്സ്, അതാണ് ഈ സോഫ്റ്റ്വെയർ എന്ന് ഞാൻ പറഞ്ഞത്. അതിലെന്തൊക്കെ ഉണ്ട്? സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ ഉണ്ട് ആലോചിക്കണേ. നമ്മളെ ചിന്തകൾ വരുന്നത് എവിടുന്നാ? മനസ്സിൽ നിന്നാണ് വരുന്നത് അല്ലേ? വികാരങ്ങൾ, എനിക്ക് നിങ്ങളോടുള്ള ആ താല്പര്യം വരുന്ന എവിടുന്നാ? ആ സുഹൃബന്ധം വരുന്ന എവിടുന്നാ? മനസ്സിൽ നിന്നാണ് അല്ലേ? ഓർമ്മകൾ, ഞാൻ ഇന്നലെ ഇങ്ങനെ സാൽമിയെ പോയപ്പോൾ ആ ഓർമ്മകൾ എവിടുന്നാ വരുന്നത്? മനസ്സിൽ നിന്നാണ് വരുന്നത് അല്ലേ? ആഗ്രഹങ്ങൾ, കൊതികൾ, ഇതൊക്കെ എവിടെയാണ് അതിൻ്റെ സ്ഥലം? അതാണ് ഞാൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പം മനസ്സ് അതുമായി ബന്ധപ്പെട്ട സന്തോഷം, ദുഃഖം, പേടി, ധൈര്യം, ഇങ്ങനെയുള്ള വികാരപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ സോഫ്റ്റ്വെയറിൽ പെട്ടതാണ് അല്ലേ? പക്ഷേ സോഫ്റ്റ്വെയർ മാറൂലേ? എഞ്ചിനീയർ പറയട്ടെ, എല്ലാ കാലത്തും ഒരേ രൂപത്തിലുള്ള സോഫ്റ്റ്വെയറാണ്. അപ്ഡേറ്റ് ചെയ്യുന്നു മാത്രമല്ല, എന്തു ചെയ്യും? ഒരുപാട് മാറ്റം കാലത്തിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതന്നെയാണ് മനസ്സും. ഇന്നലെ ഉണ്ടായതിന് മനസ്സാണോ നിങ്ങൾക്ക് ഇന്നുള്ളത്? ആണോ? അല്ല. എന്ത് ഖുറാൻ ക്ലാസ്, ആ 4 ആൾ കുത്തുന്ന ഖുറാൻ ക്ലാസ്സിന് ആറ്റക്ക് മഹില്ല എന്നൊക്കെ പറയാം നമ്മൾ. ഇന്നോ നിങ്ങളെ മനസ്സ് മാറി അല്ലേ? ആ ഖുർആനിൻ്റെ മുമ്പിൽ ഇരിക്കണം എന്നൊരു ബോധം നിങ്ങൾക്ക് വന്നു. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളോട് വരുമോ ഈ തണുപ്പത്ത്? ഇല്ല. ആ ബോധം നിങ്ങൾക്ക് വന്നു. മനസ്സെന്ത് ചെയ്യും? അതാണ് ഞാൻ പറയുന്നത്. എന്ത്? സോഫ്റ്റ്വെയർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മാറ്റം സംഭവിക്കുവാന്. ഇന്നലെ ഉള്ളതാവില്ല അന്ന് അല്ലേ? നാളെ ഉള്ളതാവില്ല മറ്റന്നാൾ. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു പക്ഷേ നമ്മുടെ മരണത്തോടടുക്കുമ്പം നമ്മൾ കൂടുതൽ അള്ളാഹുവിനോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കും അല്ലേ? ഒരു മരണസംഭവം ഇങ്ങനെ ഓർക്കണേ ഞാൻ. ഒരാൾ എവിടുന്നപ്പോൾ കേട്ടതോ വായിച്ചതോ എന്ന് എനിക്കറിയില്ല. ഒരാൾ ഉംറക്ക് പോവാ. അപ്പോൾ ഉംറക്ക് പോയപ്പോൾ അയാൾ പറയാം, എൻ്റെ ഒറ്റ ഡ്രസ്സ് എടുത്താൽ മതി കേട്ടോ, ഒരൊറ്റ ഡ്രസ്സ് എടുത്താൽ മതി, വേറെ ഒന്നും എടുക്കണ്ട, ആ ഇറാമിൻ്റെ തുണി എടുത്താൽ മതി. അയാൾ ഇതിനു മുമ്പ് ഉംറക്ക് പോയിരുന്നു, പക്ഷെ ആരോടൊന്നും പറയില്ല. ഈ ഉംറക്ക് പോയപ്പോൾ എല്ലാവരോടും എ മുതൽ സെറ്റ് വരെ എല്ലാ കുടുംബക്കാരോടും അയൽവാസികളോടും ചങ്ങായിമാരോടും ഒക്കെ പറഞ്ഞിട്ടാണ് അയാൾ ഉംറക്ക് പോണത്. ഉംറ ചെയ്ത് ആ ഇഹ്റാമിൻ്റെ വസ്ത്രമൊക്കെ ധരിച്ച് ഉംറയൊക്കെ ചെയ്തതിന് ശേഷം അവിടെ വെച്ച് അയാൾ കുഴഞ്ഞു മരിക്കണം. ആലോചിച്ചു നിങ്ങൾ. അപ്പോൾ എന്തിപ്പോൾ അയാൾ ഒരൊറ്റ ഡ്രസ്സ് എടുത്താൽ മതി എന്നയാൾ പറഞ്ഞത്? ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പം മനുഷ്യൻ്റെ ആ മനസ്സിൽ ഇങ്ങനെ അള്ളാഹുത്താല ഇങ്ങനെ എന്ത് ചെയ്യും? സമയമായിരുന്നു തോന്നിപ്പിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആ സോഫ്റ്റ്വെയറിൽ അള്ളാഹു ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. സോഫ്റ്റ്വെയർ മാറൂലേ? മാറും. കണ്ടോ? ഇന്നുള്ള സോഫ്റ്റ്വെയർ അല്ല നാളെ. അപ്പം 1912 1925 26 അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ? ആലോചിച്ച് നോക്കും നിങ്ങൾ. റഹ്മാനായ റബ്ബ് വനഫ്സിൻ വമാ സവ്വാഹ എന്ന് പറഞ്ഞതിൽ ഒരുപാട് ചിന്തിക്കാണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ഒന്നുകൂടി ആത്മാവും മനസ്സും തമ്മിൽ എങ്ങനെ വേർതിരിക്കാൻ പറ്റുക? നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം.
പിന്നെ നദിയിലൂടെ വെള്ളം ഒഴുകുന്നു എന്ന് പറയാം അല്ലേ? നദിയിലൂടെ അല്ലെങ്കിൽ എന്താ നിങ്ങൾ പറയാ, പുഴയിലൂടെ വെള്ളം ഒഴുകുന്നു എന്ന് നമ്മൾ സാധാരണ പറയാറില്ലേ? അല്ലെങ്കിൽ തോട്ടിലൂടെ വെള്ളം ഒഴുകുന്നു എന്ന് പറയാറില്ലേ? ഇവിടെ മനസ്സുണ്ട്, ആത്മാവുണ്ട്, പിന്നെ എല്ലാം ഒക്കെ ഉണ്ട്. ഈ നദിയിലൂടെ വെള്ളം ഒഴുകുന്നു എന്ന് പറഞ്ഞ ഉദാഹരണത്തിൽ എങ്ങനെയാണ് അത് മനസ്സിലാവുക? നദിയിലൂടെ ഒഴുകണ ആ വെള്ളം മനുഷ്യൻ്റെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകളും ഒരുപാട് വികാരങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും കൊതികളും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ഓരോ ദിവസം. ഈ നദിയിൽ വെള്ളം ഒഴുകണത് പോലെ മനസ്സിലായിട്ട് നിങ്ങൾക്ക് ഉദാഹരണം, നദിയിൽ വെള്ളം ഒഴുകുമ്പോൾ ആ ഒഴുകണ പോലെ മനുഷ്യ മനസ്സുകളിൽ എന്തു ചെയ്യും? വികാരങ്ങളും വിചാരങ്ങളും ആഗ്രഹങ്ങളും കൊതികളും ഒക്കെ ഇങ്ങനെ പൂതികളും ഒക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും അല്ലേ? ആ ഒഴുകിക്കൊണ്ടേയിരിക്കും. ചെറുപ്പക്കാരാണെങ്കിൽ പെണ്ണെട്ടണം, അങ്ങനെയുള്ള കുറേ വികാരങ്ങൾ, പെണ്ണെട്ടിയാൽ പിന്നെ മക്കളാവണം, വീടുണ്ടാവണം, ഇങ്ങനെ ആഗ്രഹങ്ങളും കൊതികളും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ആ പുഴയിൽ ഒഴുകും പോലെ. അപ്പം ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഏത്? മനസ്സ് എന്ന് പറയുന്നത്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് മനസ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഈ വെള്ളം ചിലപ്പോൾ വറ്റിപ്പോവും അല്ലേ? വറ്റാറില്ലേ? തോട്ടിൽ വെള്ളം വറ്റൂലേ? എന്നാൽ ആ സ്ഥലം, ആ വെള്ളം ഒഴുകണ ആ തോട്, അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? അതവിടെ ഉണ്ട്. ആ തോട് ഇങ്ങനെ അവിടെ ഉണ്ട്, ആ പുഴ അവിടെ എങ്ങനെ ഉണ്ട്, ആ കടൽ അവിടെ എങ്ങനെ ഉണ്ട് അല്ലേ? അതിന് മാറ്റമില്ല. അപ്പം മാറ്റമില്ലാത്ത വസ്തുവാണ് ഏത്? ആത്മാവ്. അത് മാറ്റം വരില്ല, അത് മരിക്കൂല. മനസ്സിലാണ്ടെങ്കിൻ്റെ ഉദാഹരണം, തോട്ടിലെ വെള്ളം മരിക്കും, വെള്ളം പറ്റും, പക്ഷെ തോട് എന്ന് പറഞ്ഞാൽ ആ രണ്ട് ചിറകൾക്കിടയിലുള്ള ഇതില്ലേ, ആ സ്ഥലം അത് പറ്റൂല, അത് കേടുവരൂല, അതവിടെ ഉണ്ടാവും. ഇത് നമ്മളെ ദുനിയാവിലെ ഉദാഹരണം കേട്ടോ. ഇതേപോലെ നിങ്ങൾ തിരിച്ചു വരിക, മനുഷ്യ ശരീരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിട്ടുള്ള വനഫ്സിൻ വമാ സവ്വാഹ, ആത്മാവ് എന്ന് പറയുന്നത് സാധനം ഇവിടെ ഉണ്ട്. അതിലൂടെ ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സിൽ ആ തോട്ടിലെ വെള്ളം ഒഴുകും പോലെ മനുഷ്യൻ്റെ മനസ്സിലൂടെ കുറേ ആഗ്രഹങ്ങളും കൊതികളും വികാരങ്ങളും അതിൽ പിന്നെ എന്തൊക്കെയുണ്ട് ചിന്തകളും ഒക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മരണം വരെ, ഒരറ്റം വരെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഒരിക്കൽ നിൽക്കും അത് അല്ലേ? അപ്പം നോക്കി നിങ്ങൾ, ഇപ്പം നിങ്ങൾക്ക് മനസ്സും റൂഹും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അതുകൊണ്ട് അതിന് എന്താ എന്ന് പറയാൻ ഒരാൾക്കും അറിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളിലൂടെ എന്തു ചെയ്യും? നമ്മുടെ തലച്ചോറിൽ അത് അവിടെ പിടിപ്പിക്കാൻ പറ്റും അല്ലേ? അപ്പം ഈ നദീ തടമാണ് യഥാർത്ഥത്തിൽ ആത്മാവ് എന്ന് പറയുന്നത്. അതിന് മാറ്റമില്ല. ഇവിടുത്തെ നദീ തടം കിയാമത്ത് നാൾ ഓടിപ്പോവും, അതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആ ഉദാഹരണത്തിൽ നിന്നൊരു സംഗതി മനസ്സിലായില്ലേ? അതാണ്. അപ്പം നോക്കി നിങ്ങൾ, പിന്നെ അപ്പം ആത്മാവ് ശരീരത്തിനും ഭൗതിക ബോഡിയായ ശരീരത്തിനും അതേപോലെ മനുഷ്യൻ്റെ മനസ്സിനും അപ്പുറത്താണ് ഇത് ആത്മാവ് എന്ന് പറയുന്നത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പം മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കുന്നത് ഈ ആത്മാവുള്ളത് കൊണ്ടാണ്. അതില്ലെങ്കിൽ എന്തുണ്ടാവില്ല? അതുകൊണ്ടാണ് വനഫ്സിൻ എന്ന ചില മുഫസ്സിറുകൾ അതിനെ അർത്ഥം കൊടുത്തപ്പോൾ ജീവാസ്തിത്വം അല്ലേ, മനുഷ്യാസ്തിത്വം, മനുഷ്യനെ ഇവിടെ പിന്നെ ഉണ്ടാവണമെങ്കിൽ, മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ ആ ഒരു സംഗതി ഉണ്ടല്ലോ, ആ അർത്ഥമാണ് അതിന് കൊടുത്തത്. വനഫ്സിൻ വമാ സവ്വാഹ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആത്മാവിന് എന്ന് പറയുന്നത്. അപ്പം മനസ്സിനും ശരീരത്തിനും എന്തു വരും? മാറ്റങ്ങൾ വരും, കേടുവരും. എന്നാൽ ആത്മാവോ അള്ളാൻ്റെ അടുത്തേക്ക് പോകും, അതിന് മരിക്കൂല അല്ലേ? ഈ വെള്ളം പറ്റും, പിന്നെ ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ കേടുവന്ന് പോയേക്കാം, എങ്കിൽ ആത്മാവ് എന്ത് ചെയ്യില്ല? അതിന് മരണം സംഭവിക്കുകയില്ല എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. പിന്നെ നമ്മുടെ ശരീരത്തിന് ജീവൻ നൽകുന്ന ഒരു പ്രധാന ഘടകമാണ് ഏത്? ആത്മാവ് എന്ന് പറയുന്നത് അല്ലേ? ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെടുമ്പോഴാണ് നമ്മളെന്ത് പറയുന്നത്? മരണം എന്ന് പറയുന്നത് അല്ലേ? അപ്പം ആലോചിച്ച് നോക്കൂ, അപ്പോൾ ശരീരത്തേക്കാൾ മനസ്സിനേക്കാൾ എത്രയോ ടോപ്പിൽ നിൽക്കുന്നതാണ് ഏത്? ആത്മാവ്. അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് എന്താ? ഈ ആത്മാവും ഈ ഭൗതിക ശരീരവും മനസ്സും കൂടി ചേർന്നതാണ് എന്ത്?
മനുഷ്യൻ എന്ന് പറയണത്. പക്ഷേ നമ്മളെപ്പോഴും ചികിത്സയ്ക്ക് എന്തായിരിക്കും? എന്തിനാ നമ്മളെ ചികിത്സ കൊടുക്കുള്ളൂ? ഭൗതിക ഈ കയ്യിനോ കാലിനോ മൂക്കിനോ എന്തെങ്കിലും ഒരു ജലദോഷമോ ഒരു തലവേദനയോ വന്നാൽ എത്ര സമ്പാദിച്ചും കൊടുത്തിട്ട് നമ്മൾ അതിന് ചികിത്സക്ക് പോകും അല്ലേ? ഭൗതിക ശരീരത്തിന് ചികിത്സിക്കാൻ നമ്മൾ ഭയങ്കര താല്പര്യം നമുക്ക്. അതിന് പിന്നെ എന്താ പറയുക തമ്രീൻ എന്താ അതിന് പറയൽ? നിങ്ങൾ നടക്കണേനൊക്കെ എന്താ പറയൽ? റിയാള അല്ലേ? എക്സർസൈസ്. അങ്ങനെയുള്ള രാവിലെ നടക്കില്ല നിങ്ങൾ, വൈകുന്നേരമൊക്കെ നിങ്ങൾ നടക്കും. എന്തിന്? ശരീരം പുഷ്ടിപ്പെടുത്താൻ, ശരീരത്തിന് രോഗാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ. എന്നാ സഹോദരന്മാരെ ആലോചിച്ച് നോക്കൂ. ഇതേ ഒരു ആഗ്രഹം, ഇതേ ഒരു മനസ്സ് നമുക്ക് നമ്മുടെ ആത്മാവിനെ പരിശുദ്ധിപ്പെടുത്താനുണ്ടോ ഇല്ലേ? അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂരിപക്ഷ ആളുകൾക്കില്ല. നിങ്ങളിപ്പോൾ ഈ ഖുർആന് മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് ഉണ്ട് എന്ന് പറയുന്നത് ഇല്ലേ? അതിനാണിപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ പോണത്, നമ്മൾ സക്കാത്ത് കൊടുക്കണത്, നമ്മൾ നോമ്പ് വെക്കണത്, നമ്മൾ ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യണത് ഈ ആത്മീയ ശുദ്ധീകരണത്തിനാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്ന് പറഞ്ഞതിലുള്ള ഒരു സൂത്രം അതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പിന്നെ വളരെയധികം ചിന്തിക്കേണ്ടതാണിത്. ഇനി മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും 3 രൂപത്തിലാണ് അതിനെ പണ്ഡിതന്മാർ എണ്ണീട്ടുള്ളത്. മനസ്സിട്ടോ എന്താണ്? ഒന്ന് പിന്നെ നഫ്സ് മുത്മഇന്ന എന്ന് പറഞ്ഞാൽ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നത്തി. ആലോചിച്ച് നോക്കുങ്ങൾ. ഓ സമാധാനമടഞ്ഞ മനസ്സേ, ആത്മാവെന്നും പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താ അപ്പോൾ അവിടെ സമാധാനം ഉള്ളതെന്നല്ലേ? എങ്ങനെ സമാധാനം കിട്ടുന്നത്? പിന്നെ രണ്ടാമത്തെ ഒന്നുള്ളത് അന്നഫ്സുൽ അമ്മാറ, വേണ്ടാവൃത്തിക്ക് ഇങ്ങനെ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ വമാ ഉപരി ഉനഫ്സി ല അമ്മാറത്തും ബിസു ഇല്ലാമാ റഹിമ റബ്ബി. യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്. എപ്പോഴാണ് പറയുന്നത്? യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അവിടുത്തെ രാജാവിൻ്റെ ഭാര്യ വേണ്ടാവൃത്തിക്ക് വിളിക്കുമ്പോൾ, പടച്ചോനെ എൻ്റെ മനസ്സ് അമ്മാറത്തും ബിസു, വേണ്ടാത്തതിന് ഇങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പടച്ചോനെ. അപ്പോൾ കണ്ടങ്ങൾ മനസ്സിലെ വികാരങ്ങൾ എന്ത് ചെയ്യും? വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, നല്ലതിനും പ്രേരിപ്പിക്കും. അതുണ്ട്. അപ്പം നല്ല മനസ്സുണ്ട്, ചീത്ത മനസ്സുണ്ട്. നല്ല മനസ്സുണ്ട് എന്നുള്ളതിന് എന്താ തെളിവ്? ലാ ഉക്സിമു അന്ന് ഓതിയാണ് ബിയൗമിൽ ഖിയാമ ബിൻ നഫ്സിൽ ലവ്വാമ അല്ലേ? ബിൻ നഫ്സിൽ ലവ്വാമ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ഷേപിച്ചു കൊണ്ടിരിക്കണ മനസ്സ്. എന്താ ഈ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന? നമ്മളിപ്പോൾ അവിടെ 2 അർത്ഥമാണ് മുഫസ്സിറുകൾ നൽകുന്നത്. ഒന്ന്, നമ്മളിപ്പോൾ ഒരു കാര്യം നല്ലത് ചെയ്ത് അത് പോരാ, കുറച്ചു എന്തേപ്പൻ ഒന്നുകൂടി ചെയ്തില്ല, ഒരു നിസ്കരിച്ച് ആ സുന്നത്ത് നിസ്കാരം കൂടി നിസ്കരിച്ചില്ലല്ലോ എന്ന് ആക്ഷേപിച്ചു കൊണ്ടിരിക്കണ മനസ്സ്, അത് നല്ല മനസ്സാണ്. രണ്ടാമത്തൊന്ന്, നമ്മൾ ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ, ആ തെറ്റ് ചെയ്യരുതേ എന്നതിന് തടഞ്ഞു നിൽക്കുന്ന മനസ്സും എന്താണ്? അതും നല്ല മനസ്സാണ്. എന്നാൽ തെറ്റിന് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതോ അതാണ് ദുഷ്ടമനസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം മനസ്സിന് 2 അവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലായില്ലേ അല്ലേ? അതന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വഹ, അതിൻ്റെ ധർമ്മബോധവും അധർമ്മബോധവും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചപ്പോൾ തന്നെ അതിന് നൽകിയിട്ടുണ്ടെന്നാണ് അല്ലേ? ഇന്നത് നമുക്കിപ്പോൾ ഖുർആനൊന്നും കിട്ടിയില്ല എന്ന് കൂട്ടാം. സപ്പോസ് ഒരു പ്രവാചകനും ഇവിടെ വന്നില്ല എന്ന് കൂട്ടാം, അങ്ങനെ സങ്കല്പിക്കാം. എങ്കിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഫിത്രത്തിൽ, ആ പ്രകൃതിയിൽ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നല്ലതും ചീത്തയും വേർതിരിക്കാനുള്ള ഒരു കഴിവ് നൽകിയിട്ടുണ്ട്. ഉമ്മനടിക്കരുത്, വാപ്പനടിക്കരുത്. ഇവിടുത്തെ പക്ഷികളും പിന്നെ നായ്ക്കളും പട്ടികളും ഒക്കെ അതിൻ്റെ അമ്മനെ ആക്രമിച്ചാൽ പിന്നെ കടിപിടി കൂടണം, മറ്റേ ആൾ ആക്രമിച്ചിന് ഒന്നും വേണ്ട. കാക്കപ്പക്ഷി നിങ്ങളൊന്ന് ഇതാക്കി നോക്കി, എന്താ ചെയ്യുക? ഒരു കാക്ക നിങ്ങൾ എന്താക്കിയാൽ എന്താ ചെയ്യുക?
എല്ലാം പാടങ്ങോട്ട് കോ അറിഞ്ഞിട്ട് വരും അല്ലേ, എല്ലാം പാടങ്ങോട്ട് വരും. എവിടെ നിന്ന് അയറ്റക്ക് ആ മനസ്സ് ഐക്യം കിട്ടിയത്? അയറ്റ ഖുർആൻ ഓതിയിട്ട എൻ്റെ അമ്മനെയാണ് അല്ലെങ്കിൽ എൻ്റെ ബാപ്പനെയാണ് അടിച്ച് മറ്റോ വന്നിട്ട്, അതുകൊണ്ട് അവിടെ ഒരുമിച്ച് കൂടണം എന്ന ആ ബോധം, ആ സാമൂഹ്യ ബോധം എവിടെ നിന്ന് കിട്ടിയേറ്റക്ക്? എവിടെ നിന്നാണ് കിട്ടിയത്? അതാണ് അള്ളാഹു ഫിത്രത്തിലുണ്ടാക്കിയത്. ഇതേപോലെ ഓരോ ജീവിയെയും ഓരോ മനുഷ്യനെയും അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഫിത്രത്തിൽ, അതിൻ്റെ ആ പ്രകൃതിയിൽ തന്നെ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. ഇന്നത് നല്ലതാണ്, ഇന്നത് ചീത്തയാണ്. ആ ബോധം അള്ളാഹു നൽകിയിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് പിന്നെ ഈ മൃഗങ്ങളും അതേപോലെ മനുഷ്യരും ലധികവും എന്ത് ചെയ്യുന്നത്? ആ നന്മയായും തിന്മയായും കാണാനുള്ള കാരണം എന്നുള്ളതാണ്. അപ്പം ആ ഒരു മനസ്സ് ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ എന്നുള്ളത്. ഇനി നോക്കി നിങ്ങൾ, എന്താ ഈ തഖ്വ എന്നറിയണത്? അള്ളാഹ് ആദ്യം പറഞ്ഞത് എന്താ? ഫഅൽഹമഹ, ആ നഫ്സിന് എന്ത് നൽകിയെന്നാ പറഞ്ഞത്? ഫുജൂർ നൽകുന്ന. എന്താ ഈ ഫുജൂർ? ദുഷ്ടബോധം. മനുഷ്യന് ദുഷ്ടബോധം ആദ്യം വേണ്ടി അല്ല, രണ്ടാമതാണ് തഖ്വ പറഞ്ഞ അള്ളാഹു. എന്തുകൊണ്ടേ പറഞ്ഞത്? അതിന് പല കാരണങ്ങളുണ്ട്. മുഫസ്സിറുകൾ പറയാണ്, ഈ ആയത്ത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഓതി നോക്കിയാണ്. വശംസി വദുആഹ ഒന്ന് പറഞ്ഞാണ്. അവിടെ അപ്പൊ കണ്ടോ അവിടെ ഹാ ഹാ ല്ലേ, പിന്നെ എന്ത് ജല്ലാഹ സവ്വാഹ, അവിടെയൊക്കെ യാ ഇട്ടിട്ട് ഇങ്ങനെ എഴുതിയാണ്ടാവും അല്ലേ? അകാരാണ് യാ, പിന്നെ യാ ഉച്ചരിക്കേണ്ടത് അലിഫായിട്ടാണ്, ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ തഖ്വ എന്ന് എഴുതുമ്പം എന്താ ഉള്ളത്? ഈ യാ ഉണ്ട്, അയിമ കൂടെ എന്ന് ചേർത്താൽ മതി, തഖ്വാഹ. അപ്പം അങ്ങനെ പ്രാസമൊപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നതാണ് തഖ്വ. ആദ്യം പറയേണ്ടതിന് പകരം ആ തഖ്വനെ അവസാനത്തേക്ക് എടുത്തു എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ. രണ്ടാമത് അവർ കാരണം പറയുന്നത്, തഖ്വ രണ്ടാമത് പറയാനുള്ള കാരണം, പൊതുവെ മനുഷ്യൻ തിന്മകളിലേക്കുള്ള അവൻ്റെ ദേഹേച്ഛകൾ തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ഏത് കാലത്താണ്? അന്ന് അവിടെ ഉണ്ടായിരുന്ന ആരാ? മക്കായിലെ മുശ്രിക്കുകൾ. മക്കായിലെ മുശ്രിക്കുകളുടെ സ്വഭാവം എന്താ? തമ്മാടിത്താണ്. അതുകൊണ്ടാണ് ഫുജൂർ, അവരെ ഉദ്ദേശിച്ചു കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫുജൂർ എന്ന് ആദ്യം പറഞ്ഞത്. മനസ്സിലാണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ടെക്നിക്ക്? ആ മക്കായിലെ മുശ്രിക്കുകളെ ഇനിയിപ്പോൾ ഏത് ലോകത്തെവിടെയുള്ള മുശ്രിക്കുകളെ ഉദ്ദേശിച്ചാലും അവരുടെ സഹജ സ്വഭാവമാണ് ഏത്? ഫുജൂർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു തആല ഫുജൂർ ആദ്യം പറഞ്ഞത്, തഖ്വ രണ്ടാമത് പറഞ്ഞത്. കാരണം ആ ലോകത്തുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങൾ എന്താണ്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ബഹുഭൂരിപക്ഷം ആളുകളും ശിർക്ക് ചേർക്കുന്നവരാണ്. അപ്പം ആ ബഹുഭൂരിപക്ഷത്തിൻ്റെ ആ മനസ്സിൻ്റെ അവസ്ഥയാണ് അള്ളാഹു ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് ന്യൂനപക്ഷത്തിൻ്റെ മനസ്സിൻ്റെ അവസ്ഥയാണ് എന്ന് പറഞ്ഞ മുഫസ്സിറുകളെയും കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളെ കൊണ്ടാണ് ഫുജൂറഹ വതഖ്വാഹ എന്ന് ആ തഖ്വ രണ്ടാമതായി കൊടുക്കാൻ. ശരിക്ക് പറയേണ്ടത് എങ്ങനെയാണ്? എന്താണ്? തഖ്വ ആദ്യം പറഞ്ഞിട്ട് ഫുജൂറിനെ രണ്ടാമതാണ്. ഖുർആനിൻ്റെ ശൈലി അങ്ങനെയാണ് അല്ലേ? ആദ്യം ഖൈറ് പറഞ്ഞിട്ട് പിന്നെ ഷർറ് പറയലാണ് ഖുർആനിൻ്റെ ശൈലി. പക്ഷേ ഇവിടെ ഷർറ് പറഞ്ഞിട്ട് ഖൈറാണ് അല്ലാഹു തആല പിന്നീട് പറഞ്ഞ. അതിനുള്ള കാരണം അതാണ്. അപ്പോൾ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. അൽഹമ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലൊരു ബോധം ഇങ്ങോട്ട് തോന്നിപ്പിക്കും. ചിലപ്പോൾ അങ്ങനെ ഇൽഹാമുണ്ടാവും. ചിലപ്പം ചില ആളുകൾക്കൊക്കെ, സ്വാലിഹായ ആളുകൾക്ക് ചിലപ്പോൾ എന്തുണ്ടാവും? ഇൽഹാമുണ്ടാവും. എങ്ങനെയെന്നറിയാം നിങ്ങൾ? ആ മോളെ പേരല്ല, ഇൽഹാം എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു സംഗതി ഇപ്പം ചെയ്യണ്ടേ, നമ്മളെ മനസ്സിങ്ങനെ പറയും അതിലാട് പോകണ്ടപ്പം അല്ലേ, അല്ലെങ്കിൽ ആ ഫ്ലൈറ്റിൽ ഇപ്പം പോകണ്ട, നമുക്ക് വേറെ വഴിക്ക് പോവാം എന്നിങ്ങനെ മനസ്സിങ്ങനെ പ്രേരിപ്പിക്കും. ചിലപ്പം എന്താവും? ഖൈറിനാവും. ആ ഫ്ലൈറ്റ് അന്ന് പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് അപകടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ചില ആളുകൾ ഇങ്ങനെ പറയണേക്കാം.
അപ്പോൾ അതൊരു തരത്തിലുള്ള എന്താണ് ഇൽഹാം. നല്ലവരായ മനുഷ്യർക്ക് അള്ളാഹു താല ഒരു പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള എല്ലാം അതാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അള്ളാഹ് ചിലപ്പോൾ അങ്ങനെ തോന്നിപ്പിക്കും. അതാണ് ഇൽഹാം എന്ന് പറയുന്നത്. അപ്പം ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയും തിന്മയും ഓരോ മനുഷ്യർക്കും തോന്നിപ്പിക്കും. ഇനി പറയുന്നത് എന്താ? തഖ്വ. എന്താ ഈ തഖ്വ 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 അറിയണത്? തഖ്വ അറിയണത് എന്താ? തഖ്വ എന്താ? ആ ശരിക്ക് മുഫസ്സിറുകൾ അതിനെന്താ പറയണത് അറിയോ നിങ്ങൾ? ഒന്ന് അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം. എന്നിട്ട് അള്ളാഹു അവതരിപ്പിച്ച ഖുർആൻ കൊണ്ട് പ്രവർത്തിക്കുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, നാളെ പരലോകത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഒരുക്കമുണ്ടാവുക. ഇതാണ് ശരിക്കും തഖ്വ. ഭാഷയിൽ തഖ്വ എന്ന് പറഞ്ഞാൽ ഈ സൂക്ഷ്മധാരണ എന്താ? അള്ളാഹുവിൻ്റെയും നിൻ്റെയും ഇടയിൽ ഒരു വേലി ഉണ്ടാക്കുക. എന്തിനാണ് ആ വേലി? ആ വേലി ഉണ്ടായാൽ എന്നിട്ട് ഒരു വിക്കായത്ത് ഉണ്ടാക്കുക. ശരിക്കും തഖ്വ എന്ന് പറയുന്നത് കിണറ്റിന് കിട്ടുന്ന വേലി ഉണ്ടല്ലോ നിങ്ങൾ പണ്ടൊക്കെ. എന്തിനാണ് ആ കിണറ്റിൽ കിട്ടണത്? അതിലേക്ക് അങ്ങോട്ട് ചാടും ചെയ്യരുത്, വേണ്ടാത്തത് അതിലേക്ക് ഇടാൻ പാടില്ല, പിന്നെ നന്മ ഉണ്ടാവും വേണം, അതിൽ വെള്ളം കിട്ടും വേണം അല്ലേ? ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ താഅത്ത് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനും അതാണ് നന്മ എന്ന് പറയുന്നത്. പിന്നെ മഅസിയത്ത്, ശിർക്ക് പോലുള്ള കാര്യങ്ങൾ, തിന്മ പോലുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കാനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അള്ളാഹിനെ അനുസരിക്കണം, അനുസരണക്കേട് പ്രവർത്തിക്കാൻ പാടില്ല. അള്ളാഹുവിനെ ഓർക്കണം, ദിക്ർ ചെയ്യണം, അള്ളാഹുവിനെ മറക്കാൻ പാടില്ല. അള്ളാഹ്ക്ക് നന്ദി ചെയ്യണം, അള്ളാഹ്ക്ക് നന്ദിക്കേട് ചെയ്യാൻ പാടില്ല. ഇതാണ് എന്ത് പറയുന്നത്? തഖ്വ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അമ്പിയാക്കളുടെ ഒക്കെ ഷിആർ എന്ന് പറയുന്നത് എന്താ? വതസവ്വദു, നിങ്ങൾ യാത്രക്കുള്ള ഭക്ഷണം തയ്യാറാക്കണം. ഫ ഇന്ന ഖൈറസ്സാദി അത്തഖ്വ എന്ന് അള്ളാഹു പറയുന്നുണ്ട് അല്ലേ? ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ ഭക്ഷണം ഏതാണ്? തഖ്വ. ഏത് യാത്രക്കാണിത്? സാധാരണ നമ്മൾ ഉംറക്കോ നാട്ടിലൊക്കെ പോകുമ്പം അതിനുള്ള എല്ലാ കോപ്പുകളും നമ്മൾ ഒരുക്കും അല്ലേ? ഫ്ലൈറ്റിൽ ഭക്ഷണം അല്ലെങ്കിൽ അതൊക്കെ തിന്നാനുള്ള എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, അതൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കും അല്ലേ? ഇതേപോലെ ദുനിയാവിൽ നിന്ന് നമ്മളിങ്ങനെ യാത്ര പോവാണ്. എങ്ങോട്ട്? പരലോകത്തേക്ക്. അപ്പോൾ ആ പരലോകത്തേക്ക് യാത്ര പോകുമ്പം നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട ഭക്ഷണമാണിത് തഖ്വ എന്ന് പറയുന്നത്. ഇനി തഖ്വ കൊണ്ട് നമുക്ക് എന്താ കിട്ടുക? ഒരാൾക്ക് തഖ്വ ഉണ്ടായി എന്താ കിട്ടുക? ശരിയായ രൂപത്തിൽ തഖ്വയോട് കൂടി ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും കൊണ്ട് എളുപ്പാക്കി കൊടുക്കുന്ന. എന്താ തെളിവ്? വമൻ യത്തഖില്ലാ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. അവൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഇങ്ങോട്ട് ഇങ്ങനെ അത് എളുപ്പാക്കണാണ്, അങ്ങനെ അത് സൗകര്യപ്പെടുത്തി കൊടുക്കും. രണ്ടാമത്തത്, അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അയാൾ അകപ്പെട്ട ഒരു സംഗതി അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു പോകാനുള്ള ഒരു എക്സിറ്റ് അയാൾക്ക് കൊടുക്കും. വമൻ യത്തഖില്ലാ യജ്അൽ ലഹു മഖ്റജ. ഒരാൾ അള്ളാഹുവിനെ ശരിക്കും സൂക്ഷിച്ച് ജീവിച്ചാൽ അയാൾ അകപ്പെട്ടിട്ടുള്ള ഒരു പ്രയാസത്തിൽ നിന്ന് അതിന് പുറത്തു പോകാനുള്ള എക്സിറ്റ് അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും അല്ലേ? അതിനൊരു ഇത് കൊടുക്കും. പിന്നെ ഒരാൾക്ക് തഖ്വ ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ? അയാളുടെ എല്ലാ അമലും അള്ളാഹു സ്വീകരിക്കുള്ളൂ. അല്ലെങ്കിൽ സ്വീകരിക്കോ? എന്താ തെളിവ്? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ അല്ലേ? പിന്നെ രണ്ടാളുകൾ, ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ 2 മക്കൾ ഖുർബാൻ സമർപ്പിച്ചതില്ലേ? ഒരാളെടുത്ത് സ്വീകരിച്ചു, മറ്റേ ആളെടുത്തുനിന്ന് സ്വീകരിച്ചില്ല. അപ്പം സ്വീകരിക്കാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടാൻ തുടങ്ങിയപ്പം എന്തേ പറഞ്ഞത്? അള്ള മുത്തക്കീങ്ങളിലെ സഹോദര സ്വീകരിക്കുള്ളൂ എന്നാ അല്ലേ? അപ്പം തഖ്വയുള്ളവനിൽ നിന്ന് അള്ളാഹു അമലുകൾ സ്വീകരിക്കുള്ളൂ. പിന്നെ അതുമാത്രമല്ല, ദുനിയാവിലും പരലോകത്തിലും ഏറ്റവും വലിയ ആദരവും ഉന്നതിയും ലഭിക്കുക ആർക്കാണ്? തഖ്വയുള്ളവനാ. എന്താ തെളിവ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ ആരാ? നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണ് അല്ലേ? പിന്നെ അതുമാത്രമല്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടം, അള്ളാഹുവിൻ്റെ സ്നേഹം, അള്ളാഹുവിൻ്റെ സ്നേഹവും തൃപ്തിയും കിട്ടിയാൽ പിന്നെ എന്തെങ്കിലും കിട്ടാണ്ടോ? അത് കിട്ടാനുള്ള ഒരു മാർഗമാണേത് തഖ്വ എന്ന് പറയും. ഇന്നല്ലാഹ
യുഹിബ്ബുൽ മുത്തഖീൻ എന്ന് പറയുന്നത് കാണാം വിശുദ്ധ ഖുർആനിൽ. ഇനി ഒരാൾ മുത്തക്കിയാണോ അല്ലേന്ന് എങ്ങനെ മനസ്സിലാക്കുക? അതിനൊരു അടയാളം എന്തെങ്കിലും ഉണ്ടോ? ഒരാൾ മുത്തക്കിയാണോ അല്ലേ എങ്ങനെ മനസ്സിലാക്കുക? തെക്കുവ ഉണ്ടോ അല്ലേ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? അയാൾ ഒരു അമലുസാലിയാത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിത്യവും ചെയ്യും, നിത്യവും പതിവായി ചെയ്യും അല്ലേ? മറ്റത് എന്തായിരിക്കും? കുറച്ച് കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ ചെയ്യും, ആൾക്കൂട്ടമില്ലാത്തപ്പം ചെയ്യൂല. അപ്പം തെക്കുവ ഉണ്ടോ ഇല്ലെന്ന് അറിയാനുള്ള ഒരു മാർഗതാണ്. ആൾക്കൂട്ടത്തിൽ ഞാനിങ്ങനെ പിന്നെ മലവെള്ളപ്പാച്ചിൽ വരുമ്പോൾ ഞാനും അങ്ങനെ അവിടെ ഒഴുകുകയാണോ? അതല്ല, ഞാൻ ഏത് പ്രയാസത്തിൻ്റെ ഘട്ടത്തിലും ഞാൻ സുബഹിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് തെക്കുവ മനസ്സിലാക്കാനുള്ള. പിന്നെ മനസ്സിലാക്കാനുള്ള മറ്റൊന്ന്, തെറ്റുകളിൽ നിന്ന് അയാൾ ഇങ്ങനെ അകന്നു നിൽക്കും, തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കും എന്നുള്ള. ഇത്തക്കില്ല ഹൈസുമാ കുന്ത്, എവിടെ ആയിരുന്നാലും തെറ്റുകളിൽ നിന്ന് അയാൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അതിനുള്ള ഒരിതാണ്. പിന്നെ അയാളുടെ സംസാരത്തിലും അയാളുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ നാളെ പരലോകത്തേക്ക് പോകാനുള്ള ആ മരണത്തെപ്പറ്റി അയാൾ ഇങ്ങനെ ഓർക്കുകയും ആ പരലോകത്തിന് വേണ്ടി അയാൾ ഇങ്ങനെ തയ്യാറാക്കി വെക്കുകയും ചെയ്യും എന്നുള്ള. അതിനുള്ള അമലുകൾ ഇങ്ങനെ അത് അയാൾ ജനങ്ങളുമായി സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഇടപഴകുമ്പോഴുമൊക്കെ ഈ ഒരു സ്വഭാവം അയാളിൽ കാണാനും പറ്റും. ഇതൊക്കെയാണ് ഒരാൾ മുത്തക്കിയാണോ അല്ലേ എന്ന് അറിയാനുള്ള അടയാളം. ഇനി എങ്ങനെ നമ്മളിത് നേടിയെടുക്കും? തെക്കുവ നമുക്ക് പോരാ, എങ്ങനെ നമ്മൾ നേടിയെടുക്കും? അതിനാണ് നിരന്തരം വിശുദ്ധ ഖുർആൻ അഥവാ ഇൽമുൻ നാഫി പഠിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ പണി, ആ പഠിക്കുക, അറിവ് നേടുക എന്നുള്ളത്. ആ അറിവ് നേടുമ്പോൾ ഇതൊക്കെ പടച്ചോൻ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള ബോധം അവന് ഉണ്ടാവും. അവന് അങ്ങനെ ആവുമ്പോൾ ഓ നിത്യവും ആത്മവിചാരണ ചെയ്യും, ആത്മവിചാരണ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. ഹാസിബു കബലാൻ തുഹാസബു എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഒരു വിചാരണ വരാനുണ്ട്, ആ വിചാരണയ്ക്ക് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. അപ്പം അങ്ങനെയുള്ളൊരു സ്വഭാവം ഉണ്ടാവും. പിന്നെ നല്ലവരായ കൂട്ടുകാരോട് കൂടി സഹവസിക്കുക എന്നുള്ളൊരു സ്വഭാവമൊക്കെ ഈ തെക്കുവ നേടിയെടുക്കാനുള്ള മാർഗങ്ങളായി പണ്ഡിതന്മാർ പറയുന്നത് കാണും. ഇനി അങ്ങനെ ഉണ്ടായാൽ, അത് നേടിയെടുത്ത് കഴിഞ്ഞാൽ ദുനിയാവിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാണ്ടോ ഇല്ലേ? കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ ഫലനുഹിയന്നഹു ഹയാത്തുൻ തയ്യിബ എന്നാണ് അല്ലേ? ഒരു നല്ല വിശിഷ്ടമായ ജീവിതം അള്ളാഹു നൽകും. അത് ദുനിയാവിലും കിട്ടും, പരലോകത്തിലും കിട്ടും. ശരിയായ അമലുസ്വാലിയാത്ത്. പിന്നെ മനസ്സിനൊരു സുരക്ഷിതത്വ ബോധവും ഒരു നിർഭയത്വവും ഈ തെക്കുവയിലൂടെ കിട്ടും. ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ എന്ന് പറഞ്ഞിടത്ത് ഒരുപാട് കാര്യങ്ങളാണ് അതിലൂടെയൊക്കെ അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കണം. ഇനി ഒന്നുകൂടി നിങ്ങൾ റിവേഴ്സ് എടുത്ത് നോക്കി. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ അല്ലേ? ആ രണ്ടവസ്ഥയും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകിയിട്ടുണ്ട്. ഇനി ഫുജൂറിനെ പറ്റി പറയേണ്ടതില്ലല്ലോ. നമ്മളൊക്കെ മനസ്സിങ്ങനെ വേണ്ടാത്തത് ഇങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും അല്ലേ? വേണ്ടാത്തതിലേക്കാണ് നമ്മളെപ്പോഴും മുൻതൂക്കം നൽകുക. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണേത്? തഖ്വ എന്ന് പറയുന്നത്. ഇനി അതുകൊണ്ട് നമുക്ക് ലഭിക്കാൻ പോണ നേട്ടത്തെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നത്? ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് വേണോ വേണ്ടേ? സമയം അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം. എന്നാൽ സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.